بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്ത് ലുഖ്മാനിലെ 22, 23, 24 ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 413 ഈ 3 ആയത്തുകളിൽ പ്രധാനമായി അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. وَمَنْ يُسْلِمْ وَجْهَهُ إِلَى اللَّهِ. ഇവിടെ وَمَنْ يُسْلِمْ സാക്കിന നൂനിന് ഇദ്ഗാം ബിഗുന്ന നാഖിസ് ചെയ്തുകൊണ്ട് യായിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. വമൻ യുസ്ലിം സാക്കിന മീം പദത്തിൻ്റെ അന്ത്യത്തിലുണ്ട്. അത് ഇൽഹാർ ഷഫവി, പ്രത്യേകിച്ച് വാവിന് മുമ്പിലായതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. അല്പം പോലും മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. രണ്ടും ഷഫവിയായ അക്ഷരങ്ങളാണ്, മീമും വാവും. അതുകൊണ്ട് തന്നെ രണ്ടും വ്യക്തമായി വേർതിരിഞ്ഞ് ക്ലിയറായിട്ട് ഉച്ചരിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. വമൻ യുസ്ലിം വജ്ഹഹു. വജ്ഹഹു എന്നതിൻ്റെ അന്ത്യത്തിലെ ഹ ഉദ്ദമീർ, ഹ ഉൽ കിനായ എന്നൊക്കെ പറയും. സില എന്നാണ് സാങ്കേതികമായതിൻ്റെ പേര്. അത് സില കുബ്ര, മദ്ദുസിലത്തുൽ കുബ്ര നൽകിക്കൊണ്ടാണ് ചേർത്ത് ഓതുമ്പോൾ അവിടെ പാരായണം ചെയ്യേണ്ടത്. മദ്ദുസിലത്തുൽ കുബ്ര എന്ന് പറഞ്ഞാൽ മദ് മുൻഫസിലിൻ്റെ വിധിയാണ്. 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ അവിടെ ഹ ഉദ്ദമീറിൻ്റെ വാവിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അപ്പോൾ വജ്ഹഹു ഇലല്ലാഹ് വഖഫ് ചെയ്യുകയാണെങ്കിൽ വജ്ഹ എന്ന് ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം. വജ്ഹഹു എന്ന് പറഞ്ഞ് നിർത്തരുത്, മറിച്ച് വജ്ഹ ചേർത്ത് ഓതുമ്പോൾ വജ്ഹഹു ഇലല്ലാഹ് എന്ന് ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. വജ്ഹഹു എന്ന് പറയുമ്പോൾ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കേണ്ടതാണ്. ഇലല്ലാഹ് എന്ന് പറയുമ്പോഴുള്ള ഇസ്മുൽ ജലാല അള്ളാഹ് എന്ന പദത്തിലെ ലാമിനെ തഫ്ഖീം ചെയ്യണം. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം ഉണ്ടാവണം. ഇലല്ലാഹി, അല്ലാഹി എന്ന് ലാമ് തർക്കീഖിന് പകരം അല്ലാഹി എന്ന് തഫ്ഖീം ചെയ്യുക എന്ന് മാത്രം. അതിൻ്റെ മഖ്റജിൽ യാതൊരു മാറ്റവുമില്ല, മാറിപ്പോവരുത്, തെറ്റായി ഓതിപ്പോവരുത്. ലാമായി തന്നെ അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. വഹുവ മുഹ്സിൻ സാധാരണ എപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ് വാവിൻ്റെ ഉച്ചാരണം 2 ചുണ്ടുകളിൽ നിന്ന്. ചുണ്ടുകൾ വൃത്താകൃതിയിലാക്കിക്കൊണ്ട് വ ഉച്ചരിക്കുക. വഹുവ മുഹ്സിനുൻ ഫഖദ് ഇസ്തംസക്. മുഹ്സിനുൻ ഫഖദ് തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, ഫായിന് മുമ്പിൽ വന്നതിനാൽ. അപ്പോൾ മുഹ്സിനുൻ, ഹായിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യമാണ് ഹായിൻ്റെ മഖ്റജ്. മുഹ്സിനുൻ ഫഖദ് ഇസ്തംസക്. ഫഖദ് ഖാഫിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇസ്തംസക, ഫഖദ് ഇസ്തംസക. ഫഖദ് എന്ന സുക്കൂൻ കസ്റായി മാറിയതാണ്. ഇൽതിഖാഉ സാക്കിനൈൻ പരിഹരിക്കുവാൻ വേണ്ടി ഫഖദ് ഇസ്തംസക സാക്കിനായ മീം വരുന്നുണ്ട്. ഇസ്തംസക എന്ന് പറയുമ്പോൾ ഈ പദത്തിൽ അതിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അപ്പോൾ ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ. ബിൽ ഉർവതിൽ വുസ്ഖാ
ഉർവതി റാ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ് റാ. സുക്കൂനും തൊട്ടു മുമ്പിൽ ദമ്മുമാണ്, ഉകാരവുമാണ്. തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. അൽ വുസ്ഖ വുസ്ഖ സൂക്ഷിച്ച് പറയുക. വാവ് നേരത്തെ പറഞ്ഞു, രണ്ട് ചുണ്ടുകളാണ് മഖ്റജ്. പിന്നെ സ ആണ്. സ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കുക. ഉസ്ഖ എന്ന് സീനായി പോകരുത്. അൽ വുസ്ഖ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവുമാണ് സാൻ്റെ മഖ്റജ്. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം ബത്നുഷഫത്തി, നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ, അതും മേലെ മുൻപല്ലിൻ്റെ അറ്റവും. അപ്പോൾ തറഫുൽ ലിസാൻ മഅ അത്റാഫ് അസ്സനായ അൽ ഉലിയ, അതാണ് മഖ്റജ്. അപ്പോൾ ബിൽ ഉർവതിൽ വുസ്ഖ, ഖാഫിനും അതിൻ്റെ അലിഫിനും തഫ്ഖീം കൊടുക്കണം. വുസ്ഖ. വഖഫിലും വസ്ലിലും ഒക്കെ ആ അലിഫിന് 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം മാത്രമേ കൊടുക്കാവൂ. ശ്രദ്ധിക്കുക, അധികം നീട്ടിക്കൊണ്ട് നിർത്തരുത്. വുസ്ഖ എന്ന് കൂടുതൽ ദീർഘിപ്പിച്ച് വഖഫ് ചെയ്യരുത്. അപ്പോൾ ഖാഫ് ഖവിയായ ഷദീദായ അക്ഷരമാണ്. അൽ വുസ്ഖ. വഇലല്ലാഹി, വീണ്ടും ഇസ്മുൽ ജലാല അല്ലാഹ് എന്ന പദം ലാമിനെ തഫ്ഖീം ചെയ്യുക, അതിൻ്റെ ദീർഘമായ അലിഫിനും. ആഖിബത്തുൽ ഉമൂർ. ആഖിബത്തു, ഖാഫിന് കസ്ർ, കുറഞ്ഞ തഫ്ഖീം മാത്രം കൊടുക്കുക. അൽ ഉമൂർ, ആഖിബത്തുൽ ഉമൂർ. അന്ത്യത്തിലുള്ള റാഇന് തഫ്ഖീം കൊടുത്തുകൊണ്ട് തടിപ്പിച്ചുച്ചരിച്ച് വഖഫ് ചെയ്യുക. ആഖിബത്തുൽ ഉമൂർ. ഇതുവരെയും പറഞ്ഞ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഒഴിച്ചാൽ, പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട ഹർഫുകൾ ഒഴിച്ച് ബാക്കി എല്ലാറ്റിനും തർക്കീഖാണ്, നേർപ്പിച്ചുകൊണ്ടുള്ള ശബ്ദമാണ് നൽകേണ്ടത്. വമൻ കഫറ, വമൻ കഫറ, സാക്കിനാനൂൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മറച്ച് മണിക്കുക. വമൻ കഫറ, കാഫിനും ഫാഇനും എന്താണ് തർക്കീഖ്, നേർപ്പിച്ച് ഇസ്തിഫാലിൻ്റെ അക്ഷരം. വ മൻ, എല്ലാ അക്ഷരങ്ങൾക്കും. എന്നാൽ അന്ത്യത്തിൽ വന്ന റായിന് മാത്രമാണ് തഫ്ഖീം ഉള്ളത്. വമൻ കഫറ, റായിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് പറയുക. ഫലാ യഹ്സുൻക കുഫ്റുഹ്, ഫലാ യഹ്സുൻക അല്ലേ, അവിടെ സാക്കിന നൂനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കണം, ഇഖ്ഫാ ഹഖീഖി. ഫലാ യഹ്സുൻക കുഫ്റുഹ്, കുഫ്റുഹ്. റാഇന് തഫ്ഖീം വരുന്നുണ്ട്. സാക്കിനായ ഹാ അന്ത്യത്തിൽ വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകും, എന്നാൽ ചേർത്തോതുമ്പോൾ കുഫ്റുഹു ഇലൈന, നേരത്തെ സൂചിപ്പിച്ച പോലെ വജ്ഹഹു ഇലല്ലാഹ് എന്നതിലുള്ള അതേ ഹുക്മ് തന്നെ ഇവിടെയും മദ്ദുസ്സിലത്തിൽ കുബറ, മുൻഫസിലായ ദീർഘത്തിൻ്റെ അതേ ഹുക്മ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ഹാ ഉദ്ദമീറിൻ്റെ വാവിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇലൈന മർജിഉഹും, മർ, മർ എന്ന് പറയുമ്പോഴും റാഇന് തഫ്ഖീമാണ്. സാക്കിന റാ തൊട്ട് മുമ്പിൽ ഫത്ഹ്, ദീർഘ സാക്കിനായ റാ തൊട്ട് മുമ്പിൽ അകാരം, തൊട്ട് മുമ്പിൽ ഫത്ഹ് വന്നിട്ടുണ്ട്. അവിടെ റാഇന് തഫ്ഖീം കൊടുക്കണം. മർജിഉഹും. ഇതുവരെയായി 3 റാഇകളാണ് തഫ്ഖീം ചെയ്യേണ്ടത് വന്നിട്ടുള്ളത്. അതല്ലാത്ത മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. വമൻ കഫറ ഫലാ യഹ്സുൻക കുഫ്റുഹ് ഇലൈനാ മർജിഉഹും, അല്ലേ, മർജിഉഹും ഫനുനബ്ബിഉഹും. മർജിഉഹും സാക്കിന മീം ഇൽഹാർ ഷഫവി, ശേഷം ഫാ വന്നിട്ടുണ്ട്. സൂക്ഷ്മതയോടെ വെളിവാക്കുക, അല്പം പോലും മണിക്കാതെ മീമിനെ ഉച്ചരിക്കണം.
ഫാവും ഷഫവിയായ അക്ഷരമാണ്. വേർതിരിഞ്ഞ് രണ്ടും വ്യക്തമാക്കി ഉച്ചരിച്ച് ഓതുക, മണിച്ചു പോവരുത്. ഫനുനബ്ബിഉഹും ബിമാ അമിലു. നുനബ്ബിഹും എന്ന് അവ്യക്തമായി നൂൻ ഉച്ചരിച്ച് പോകരുത്. രണ്ട് നൂൻ തുടരെ വരുന്നു. ഫനുനബ്ബിഉഹും സാക്കിന മീം ഇഖ്ഫ ഷഫവി നൽകി ഉച്ചരിക്കേണ്ട സന്ദർഭമാണിവിടെ. ശേഷം ബാ വന്നിട്ടുണ്ട്. ഫനുനബ്ബിഉഹും ബിമാ അമിലു മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി മീമിനെ ഉച്ചരിക്കുക. അവ്യക്തമാക്കുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിച്ചത് ചിലരെങ്കിലും അവിടെ ചുണ്ടുകൾക്കിടയിൽ വിടവ് വരണം എന്നതാണ്. അത് തെറ്റാണ്, അങ്ങനെ വേണ്ടതില്ല. നബി ഉഹൂ എന്നിങ്ങനെ വിടവ് ചുണ്ട് തുറന്നു വെക്കണം എന്ന് ഇല്ല. മറിച്ച് ചുണ്ട് പൂർണ്ണമായും അടച്ചു പിടിച്ച് അമർത്തി പിടിച്ച് വ്യക്തമാക്കി ഇൽഹാറാവാത്ത വിധത്തിൽ ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പരത്തി വെച്ചുകൊണ്ട് ഉള്ള ഉച്ചാരണം, അതാണ് ഇഖ്ഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫനുനബ്ബിഉഹും ബിമാ അമിലു. അവിടെ വഖഫ് ചെയ്യുമ്പോൾ വാവിൽ 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം മാത്രമാണ്. ചേർത്തോതുമ്പോൾ മാത്രമാണ് മദ് മുൻഫസിൽ ജായിസ് അവിടെ വരിക. ബിമാ അമിലു ഇന്നല്ലാഹ എന്ന് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ വാവിനെ ചേർത്തോതുമ്പോൾ മാത്രം ദീർഘം നൽകൽ അനുവദനീയമാണ്. വഖഫ് ചെയ്യുമ്പോൾ അത് വരില്ല. തബീഇയ ദീർഘം മാത്രം വഖഫ് ചെയ്യൽ അനുവദനീയമാണ്. ജായിസായ ഭാഗമാണ് അവിടെ. ഇന്നല്ലാഹ ഷദ്ദുള്ള നൂനിനെ മണിക്കുക. നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിൽ ലാമിനെ തഫ്ഖീം ചെയ്യുക. ഇന്നല്ലാഹ അലീമുൻ ബിദാതിസ് സുദൂർ. അലീമുൻ തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിച്ചുച്ചരിക്കണം. മീമാക്കുമ്പോൾ ഫലത്തിൽ അതിന് ഇഖ്ഫ ഷഫവി എന്ന സാക്കിനായ മീമിൻ്റെ ഹുക്മ് വന്നു ചേരുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ മീമിൻ്റെ ശബ്ദം അവ്യക്തമാക്കിക്കൊണ്ട് അലീമുൻ ബിദാതിസ് സുദൂർ. അസ്സുദൂർ സ്വാദിന് അപേക്ഷികമായ നിസ്ബിയായ തഫ്ഖീം കൊടുക്കുക ദമ്മായതുകൊണ്ട്. അസ്സുദൂർ ദു ദൂർ ദു ദാല് തന്നെ സ്വാദിന് തഫ്ഖീമുള്ളത് കൊണ്ട് ദാല് ഒരു ദ്വാദിലേക്ക് അടുത്തു പോകുന്ന തഫ്ഖീമോട് കൂടിയുള്ള ഒരു ദാലായി പോവരുത്, സൂക്ഷിക്കുക. അന്ത്യത്തിൽ വരുന്ന റായിൽ തഫ്ഖീം കൊടുത്തുകൊണ്ട് തടിപ്പിച്ചുച്ചരിച്ച് നിർത്തുക. അസ്സുദൂർ റായിന് സുക്കൂൻ വരികയാണ്. വഖഫ് ചെയ്യുമ്പോൾ തൊട്ട് മുമ്പിൽ ദീർഘാക്ഷരമായ വാവാണ്. ഇവിടെ ദമ്മിൻ്റെ അതേ ഹുക്മ്, അതായത് റായിന് മുമ്പിൽ ദമ്മ് വരുമ്പോഴുള്ള വിധിയാണ് അസ്സുദൂർ എന്ന് തടിപ്പിച്ചുകൊണ്ട് റാ ഉച്ചരിക്കുക. ആ ദീർഘം മദ് ആരിദ് സുക്കൂനാണ്. വഖഫ് ചെയ്യുമ്പോൾ വരുന്ന ദീർഘമാണ്. മറ്റ് ആയത്തുകളുടെയൊക്കെ അന്ത്യത്തിലുള്ളതുപോലെ തന്നെ. നുമത്തിഉഹും ഖലീല. നുമത്തിഉഹും ഖലീല സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ഖലീലൻ സുമ്മ ഖാഫിന് തഫ്ഖീമാണ്, തടിപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽ പെട്ടതാണ്. ഷിദ്ദത്തുമുള്ള അക്ഷരം ഖ. ഖലീലൻ സുമ്മ. അവിടെ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. സുമ്മ ഷദ്ദുള്ള മീമിനെയും മണിക്കുക. അപ്പോൾ ഖലീലൻ സുമ്മ നദ്ദറുഹും. നദ്ദറുഹും ദ്വാദിനും ത്വായിനും തഫ്ഖീമാണ്. ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. ത്വാ ഷദീദായ ഖവിയായ മുത്ബഖായ മുസ്തഅലിയായ തഫ്ഖീമോടുകൂടി ഉച്ചരിക്കേണ്ട പൂർണ്ണമായ തഫ്ഖീം നൽകേണ്ട അക്ഷരവുമാണ്. നദ്ദറുഹും റായിനും തഫ്ഖീം വരുന്നു. അപ്പോൾ ഒക്കെ തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളാണ്. ദ്വാദ് ത്വാ റാ. നദ്ദറുഹും ഇല സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. അവിടെ റായിൽ തക്രീർ വരുന്നത് സൂക്ഷിക്കേണ്ടതാണ്.
കൂടുതൽ എന്നുള്ള ശബ്ദം വരരുത്. നദ്ദറുഹും ആയി പോരുത്. നദ്ദറുഹും ഒറ്റ റാ ശബ്ദത്തോടുകൂടി ഉച്ചരിക്കുക. സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. ഇല അദാബിൻ ഗലീദ്. അദാബിൻ ഗലീദ് ഇൽഹാർ ഹൽഖി തൻവീനിനെ മണിക്കാതെ വെളിവാക്കുക. ഗൈനിന് തഫ്ഖീം കൊടുക്കുക. ഗലീദ് അന്ത്യത്തിൽ വരുന്ന വായിലും തഫ്ഖീമാണ്, തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇല അദാബിൻ ഗലീദ്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ومن يسلم وجهه إلى الله وهو محسن فقد استمسك بالعروة الوثقى وإلى الله عاقبة الأمور. ومن كفر فلا يحزنك كفره إلينا مرجعهم فننبئهم بما عملوا إن الله عليم بذات الصدور. نمتعهم قليلا ثم نضطرهم إلى عذاب غليظ.